കഴിഞ്ഞ ബുധനാഴ്ച ഇന്ത്യൻ ലോക്സഭ ദ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025 എന്ന പേരിൽ ഒരു ലോ പാസാക്കി. ഇത് വലിയ മാനങ്ങൾ സമൂഹത്തിൽ ഉള്ള ഒരു നിയമ നടപടിയാണ്. കാരണം ഇതോടുകൂടി എല്ലാ വിധത്തിലുള്ള ഓൺലൈൻ ഗെയിമിങ്ങുകളും ഓൺലൈൻ ചൂതാട്ടങ്ങളും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. ഇത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഡ്രീം 11 പോലെയുള്ള ഓൺലൈൻ ഗെയിംസ്, പോക്കർ, കാർഡ് ഗെയിംസ് മുതലായ റിയൽ മണി ഉപയോഗിച്ച് കളിക്കുന്ന എല്ലാ വിധത്തിലുള്ള ഓൺലൈൻ ഗാംബ്ലിംഗ് ഗെയിംസും ഈ ബിൽ ഇതോടുകൂടി ഇമ്മീഡിയറ്റ്ലി നിർത്തലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഗെയിമുകളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ഇത്തരം ഗെയിമുകൾ ഇനി ലീഗൽ അല്ല. അതിൽ പൈസ നിക്ഷേപിച്ച് പണം കളയരുത്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ല ഒരു നിയമ നടപടിയാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ ചെറുപ്പക്കാർ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ധൃതി മൂലം കഷ്ടപ്പെട്ട് പണിയെടുത്ത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന പണം ഇത്തരം ഓൺലൈൻ ചൂതാട്ടങ്ങളിൽ നിക്ഷേപിച്ച് അതിൽ അവരുടെ സ്വയം ഭാവി തന്നെ തകർക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കണ്ടു വന്നിരുന്നത്. ഇത് കണക്കിലെടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ഇത്തരം ഈ ഒരു ലോ കൊണ്ടുവന്നിട്ടുള്ളതും ഇത്തരം ഓൺലൈൻ ഗെയിംസ് നിരോധിച്ചിട്ടുള്ളതും. ഇതിന് വളരെ കോൺസിക്വൻസസ് ഉണ്ട്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മെയിൻ സ്പോൺസർമാരിൽ ഒരാളായ ഡ്രീം 11 കമ്പനി ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളുടെയും കട അടച്ചു കൂട്ടേണ്ടി വരും. അതുകൊണ്ട് BCCI ഇനി ഏത് നിലപാടെടുക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഡ്രീം 11 കമ്പനിക്ക് ഇനി ചൂതാട്ടത്തിൽ ഓൺലൈൻ ക്രിക്കറ്റ് ഗെയിംസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സെലിബ്രിറ്റികളും മറ്റും പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ഓൺലൈൻ ഗെയിമുകൾ. ഇവർക്കെല്ലാവർക്കും ഇനി അവരുടെ സ്ട്രാറ്റജി മാറ്റി ചിന്തിക്കേണ്ടി വരും.